ഓം ശൈവദർശനം ഭാഗം 3. ചിത്സ്വരൂപികളായ ആത്മഭാവങ്ങളെ സാദരം നമസ്കാരം. നമ്മൾ ശൈവദർശനത്തിലൂടെ പ്രയാണം തുടരുകയാണ്. ഇന്ന് 3-ാം ഭാഗം. ആമുഖത്തിൽ ഒരു ശിവസ്തുതി, കടവുൾ വാഴ്ത്ത് കാണുന്നുണ്ട്. വളരെ ദിവ്യമാണത്. ഒന്നിങ്കൽ സ്വയമേകനായി, രണ്ടിങ്കൽ ഇമ്പക്കടാക്ഷമായി, മൂന്നിങ്കൽ നിന്നവൻ നാലും ഉണർന്ന്, അഞ്ചും ജയിച്ചവൻ ആറിൽ വിടർന്ന്, ഏഴ് കടന്നെട്ടും അറിഞ്ഞമർന്നവൻ. സാരം ഇതാണ്: ശിവൻ സ്വയം ഏകനായി കാഴ്ചയരുളുന്നവനാണ്. പരബ്രഹ്മമാണ്. പരമമായ സത്യസ്വരൂപനാണ്. ഇമ്പമായി കടാക്ഷം ചൊരിഞ്ഞിടുന്ന, ശക്തിയോട് ചേർന്ന് ഇരുവരായി തീർന്നവനാണ് ശിവൻ. സൃഷ്ടിസ്ഥിതി സംഹാരത്തിൽ ത്രിമൂർത്തി നില കൈക്കൊണ്ടവനാണ്. ചതുർവേദങ്ങൾ അറിഞ്ഞവനും പഞ്ചേന്ദ്രിയങ്ങൾ അടക്കിയവനുമാണ്. ഷഡാധാരങ്ങളിലൂടെ ഉത്തരോത്തരം ഉയർന്നുയർന്ന് മൂലാധാരം, സ്വാധിഷ്ഠാനം തുടങ്ങിയ ഷഡാധാരങ്ങളിലൂടെ ഉയർന്ന് വിരിയുന്ന സപ്താംഗമായ സഹസ്രദളം ശിരസിൽ വിടർത്തി അഷ്ടമൂർത്തി നിലയിലമർന്നിരിക്കുന്ന പ്രജ്ഞാസ്വരൂപനാണ് ശിവൻ. കടവുൾ വാർത്താണ്, ഈശ്വരസ്തുതിയാണ്, ശിവസ്തുതിയാണത്. പദങ്ങൾ ഓരോന്ന് ശ്രദ്ധിച്ച് തന്മയത്വത്തോടുകൂടി അത് മനസ്സിൽ ഉപസ്ഥിതമാക്കുക. ത്രിമൂർത്തി ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ സൃഷ്ടിസ്ഥിതി സംഹാര നിലയിൽ കഴിയുന്നയാൾ. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികൾ ത്രിമൂർത്തികളെന്ന് പറയും. ശിവനാണ്. ഓങ്കാരം എന്ന പ്രണവത്തിലടങ്ങിയ അകാരമായ ആത്മാവ്, ഉകാരമായ ശക്തി, മകാരമായ ശിവം. ആ ത്രിമൂർത്തിയാണ് ചതുർവേദങ്ങൾ, ചര്യ, ക്രിയ, യോഗം, ജ്ഞാനം, ഇതെല്ലാം ശിവമയമാണ്. തത്വങ്ങളെല്ലാം ഉണർന്ന് ശ്രോത്രാദി പഞ്ചേന്ദ്രിയങ്ങളും മൂലാധാരാദി ഷഡാധാര ചക്രങ്ങളും വർണ്ണം, പദം, മന്ത്രം, കല, ഭുവനം, തത്വം, സഹസ്രദളം ശിരസിൽ വിടർന്നിരിക്കുന്ന താമര ശിവസ്വരൂപമാണ്. ജ്യോതിയാണ്, പ്രകാശമാണ്. നാദം, അഷ്ടമൂർത്തി ആണ് ശിവൻ. നിലം, നീർ,
വായു, അഗ്നി, വാനം, സൂര്യചന്ദ്രന്മാർ. സോമയാഗം ചെയ്തവനാണ്, ആത്മപ്രതിഷ്ഠ നടത്തിയവനാണ്. സോമയാഗം ചെയ്തവൻ അർത്ഥാത് ആത്മപ്രതിഷ്ഠ നടത്തിയവനാണ് ശിവൻ. അഷ്ടൈശ്വര്യങ്ങൾ അണിമാതി നിറഞ്ഞയാളാണ് ശിവൻ. അഷ്ടസിദ്ധികളും ശിവനിലുണ്ട്. അഷ്ടയോഗങ്ങളും ശിവനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം അർത്ഥം കൽപ്പിക്കേണ്ട അതിദിവ്യമായ ഒരു ശിവസ്തുതിയാണ്, കടവുൽ വാഴ്ത്താണ് ഇവിടെ ആദ്യം നമ്മൾ മനനം ചെയ്തത്. കാലാന്തകനാണ് ശിവൻ. കുലവും ഗോത്രവുമില്ലാത്തവനാണ് ശിവൻ. ചുടലക്കളത്തിലാണ് ശിവൻ വാഴുന്നത്. അതുപോലെ ശിവനോടൊത്തൊരു ദൈവം തേടിയാലുമില്ല, അവനോടൊത്തൊരുവനായി ആരുമില്ല. അവനല്ലോ ഭുവനം കടന്ന് പൊൻകതിർ പടർത്തി നിൽക്കും. ഭുവനം നിറഞ്ഞൊരു ചെഞ്ചില സഹസ്രദളത്തോൽ. ശിവന്റെ സ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. സഹസ്രദള ദീപം ശിരസിൽ ചൂടിയിരിക്കുന്നയാളാണ് ശിവൻ. സ്മൃതിയിൽ അംബികാപതി ശിവനാണ്. അംബികാപതി ശിവനാണ്, ആരാധ്യദേവനാണ്. ഈശ്വര എന്ന് പറയുന്ന ഈശ്വരൻ ശിവനാണ്. പരമാത്മാവിൻ്റെ സ്വരൂപമാണ് ശിവസ്വരൂപം. ശിവൻ ദേവന്മാര് അതുകൊണ്ടാണ് മഹാദേവൻ എന്ന് ശിവനെ സംബോധന ചെയ്യുന്നത്. തസ്യ ഭാസാ സർവമിതം വിഭാതി സർവം ഹി ഏതദ് ബ്രഹ്മ. വേദം ഘോഷിച്ചിരിക്കുന്നത് ശിവനെയാണ്. പ്രഥമ ജാതനായ ഹിരണ്യഗർഭനും ജലവും ജീവന്മാരുടെ സൃഷ്ടികർത്താവ് പ്രജാപതിയും ശിവനാണ്. തദേവാഗ്നി തത് വായു തത് സൂര്യസ്തത് ചന്ദ്രമാഹ തദേവ ശുക്രമമൃതം തത് ബ്രഹ്മ തദാപഹ സപ്രജാപതി എന്ന് ഉപനിഷത്തും പറയുന്നു ശിവനെക്കുറിച്ച്. ആത്മഭാവങ്ങളെ, ശിവൻ ഈശ്വരനാണ്, പരമാത്മാവാണ്. മൂന്നാമത്തെ ലോചനം ത്രിലോചനനാണ്, മുക്കണ്ണനാണ് ശിവൻ, വിരൂപാക്ഷനാണ് ശിവൻ. ആ മൂന്നാമത്തെ ലോചനം ജ്ഞാനത്തിൻ്റെ ലോചനമാണ്. ആ ജ്ഞാനസ്വരൂപനായ ശിവനെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. സർവേശ്വരനായ ശിവനിൽ തന്നെയാണ് ഈ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ച് അതിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. തത്സൃഷ്ട്വാ തദേവാനുപ്രാവിശത്. തത്സൃഷ്ട്വാ തദേവാനുപ്രാവിശത് എന്ന് ശ്രുതിയും പറയുന്നു. ഈശ്വരൻ നിത്യധർമ്മമാണ്. ധർമ്മം ധ്രിയതേ അനേന ഇതി ധർമ്മ. എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നു, എല്ലാത്തിനെയും രക്ഷിക്കുന്നു ഈശ്വരനാണ്.
ശരീരം 3 വിധത്തിലാണ്: സ്ഥൂലം, സൂക്ഷ്മം, കാരണം. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. എല്ലാവർക്കും ഈ 3 ശരീരമുണ്ട്. അത് കാരണ ശരീരമായിരിക്കുന്ന ശിവനാണ്. മായാതത്വങ്ങളടങ്ങിയതാണ് സൂക്ഷ്മ ശരീരത്തിൽ. വാസനകളെല്ലാം നിറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ജന്മജന്മാന്തരങ്ങളിലെ പല വാസനകളും പരമ്പരയാ ഓരോ വ്യക്തിയുടെയും സൂക്ഷ്മ ശരീരത്തിൽ നിഹിതമായിരിക്കുന്നു. അങ്ങനെ ശിവൻ്റെ പരമമായ രഹസ്യം തമിഴ് കലർന്ന ഭാഷയിൽ നമ്മൾ ഒട്ടേറെ കാര്യങ്ങളോട് സൂചിപ്പിച്ചു. തുടർന്ന് അടുത്ത സത്സംഗത്തിൽ നമുക്ക് മനനം ചെയ്യാം. എല്ലാം ശിവമയമാണ്, എല്ലാം ഈശ്വരമയമാണ് എന്ന് നിത്യവും പ്രഭാതത്തിലും പ്രദോഷത്തിലും സ്മരിക്കുക. സ്വസ്തി. ശുഭം. ശാന്തി.